Audio Jungle. Audio Jungle. എന്നാടി അണ്ണ ഇത് എവിടെ പോയി കിടക്കുക? രാവിലെ ബീച്ചിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. എടാ ചോപ്പേ, നീ വല്ലതും കേട്ടായിരുന്നോടാ അണ്ണൻ ജോലി പോകുന്നത്? ഇല്ലടാ, ഞാൻ രാവിലെ എണീച്ച വണ്ണം വിടണം. അണ്ണൻ രാവിലെ മുങ്ങിയതാന്ന് തോന്നുന്നു. ഇനിയിപ്പോ അവിടെ കാണാൻ പോയി വായി നോക്കിയിരിക്കാം, TV മ്യൂസിയൊക്കെ കണ്ടോണ്ടിരിക്കാം. എന്റെ PC കയറി പണിഞ്ഞതല്ലേ വേണ്ട, അണ്ണൻ ചെപ്പക്കുറ്റി നോക്കി തരും. ഒന്നാമത് തന്നെ വേയിരിക്കുന്നു. എന്റെ ഒരു വിശക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാം. ആഹാ, എൻ്റെ ശാന്തസുന്ദരമായ ദിവസം. ഇതുവഴി സൈക്കിൾ ചവിട്ടി പോയിട്ട് കുറേ നാളായി. എന്താ സുഖം, നല്ല വായു. ഇന്ന് ഫ്രാങ്കിളിലൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞ്. വരുവാണെങ്കിൽ കൊള്ളായിരുന്നു, നമുക്ക് പെട്ടെന്ന് അതുവഴി ഇതുവഴിയൊക്കെ ഓടിക്കളിച്ച് നടക്കാം. നല്ല സൈക്കിൾ കേട്ടു. ഇത് നമ്മൾ കേടാവാറായി. എന്നാലും എന്തോടാ ഇപ്പോൾ ഒരു പുള്ളിങ്ങില്ലായിട്ട്. 8 സെക്കൻഡ് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്നാലും ചവിട്ടിയിട്ട് നീങ്ങാത്ത. അയ്യോ തെന്നുന്നു. ടയർ സ്ലിപ്പായി. എന്നാലും എന്താടാ ഇതിന് പ്രശ്നം? ഒന്ന് നോക്കട്ടെ. വേറെ പ്രശ്നം? ടയർ പഞ്ചറായി. പിന്നെയും ടയർ പഞ്ചറായി. ഇനിയിപ്പം ഞാൻ എന്തെടുക്കും? ഞാനിനി ഇങ്ങനെ തിരിച്ച് വീട്ടോട്ട് പോകും. ഷിൻചാനോട് ഞാൻ പറഞ്ഞ് ബീച്ചിൽ കൊണ്ടുവന്നു. ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുമല്ലോ, അവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇനി ഞാൻ എന്തെടുക്കും? ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുക, സോമനെ വിളിക്കുക. അവൻ്റെ നമ്പർ 9676. ഇന്ന് ഈ ജാക്കിൻ്റെ വീട്ടിൽ കയറി പണിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം അവനെന്തോ പറഞ്ഞ് ഞാൻ ന്യൂബാണല്ലോ. ഇന്ന് അവൻ്റെ തലക്കെട്ടൊരടി കൊടുത്തിട്ടേ ഉള്ളൂ കാര്യം. അവനില്ല, അവന് ചെറുക്കായി ഞാനോ തട്ടിക്കൊണ്ടു. അല്ല പിന്നെ ഇതേതാ ഈ പട്ടി കിടന്ന് കുരച്ചോണ്ടിരിക്കുവാണല്ലോ. ഈ പട്ടിയുടെ കുര ഞാൻ മാറ്റി കൊടുക്കാം. എൻ്റെ കണ്ണ് നീ എന്നെ നോക്കി കുരയ്ക്കുമല്ലോടാ. ചാവട അങ്ങോട്ട് ചാവ്. അവൻ്റെ ഒരു ഇത് നമ്മളെ കാണുമ്പോൾ അങ്ങ് ഭയങ്കര നടപ്പാണ്. ഇന്ന് അവനെ ചെന്ന് ഞാൻ അടിച്ചിട്ടേ ഉള്ളൂ കാര്യം. എവിടെ? അതുകൊണ്ട് സിംഗിൾ കാലും ഊറ്റി വെച്ചേക്കുന്നു. നിന്ന് കാണിച്ചു കൊടുക്കില്ല അവനെ. മക്കളെ ഇങ്ങനെ ഉള്ളവനെ അങ്ങോട്ട് മാറിക്കടോ. ഓരോ ഒറ്റ അടി. അമ്മേ, ഞാനും വെള്ളത്തിനകത്ത് വീണ്. അല്ല പിന്നെ അവൻ്റെ കളി കുറേ ദിവസമായി കുളിച്ചിട്ടൊന്ന് കുളിക്കാൻ പറ്റി. ഓക്കെ, അവനെ കയറി ഞാൻ തല്ലും. ഇന്ന് തള്ളിയില്ലെങ്കിൽ എൻ്റെ പേര് ഗ്രാണി എന്നല്ല. ഇതേതാ ചെറുക്കൻ ഉണ്ടാ പോലിരിക്കുന്നേ? ഇറങ്ങിപ്പോയില്ല എൻ്റെ ഇടയ്ക്ക് ചെറുക്ക കൊച്ചിറക്കാൻ വന്നേക്കുന്നു. അത് എൻ്റെ അടുത്ത് നിന്നെ ഞാനിന്ന് കാണിച്ചു തരാടാ. നമ്മളാരാന്ന് അറിയത്തില്ല പോലും. അയ്യോ ഗ്രാനിക്കള്ള, എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ ഞാൻ പാവമാണ്. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. നിങ്ങളൊന്നും ചെയ്യാതിരിക്കാനാണോ ഞാൻ വിളിക്കുന്നത്? ഇന്നാ പിടി ഇവൻ ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, വട്ടിയിട്ട് കൊടുക്കണം. ഇന്നാ പിടി എൻ്റെ വക ഒരു സമ്മാനം. അയ്യോ എന്നെ രസിക്കണേ, ഞാൻ മയങ്ങിയേ. അങ്ങനെ അവസാനം സൈക്കിൾ ശരിയാക്കി. ഇനി നേരെ വീട്ടോട്ട് വിടാം. അവന് എൻ്റെ ഒരു ഗിഫ്റ്റും കൂടെ കൊടുക്കണം. ഇതെന്ത് ഞാൻ തോളയിലോട്ട് കയറിയിരിക്കുന്നു? ഇത് എന്തൊരു കഷ്ടമെന്ന് പറയണേ. ആകെ നനഞ്ഞ് കുളിച്ച് ഞാൻ അവിടെ നിന്ന്. എന്നാ ചൂടാ. ഒരു AC മേടിച്ച് വെച്ചുകൂടി ഇവന് കടയിട്ട്. അവനോട് ആ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവനോട് എൻ്റെ ബാപ്പയെന്ന് തോന്നി. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലത്. ഞാൻ പറഞ്ഞ് പുതിയ സൈക്കിൾ എടുക്കണം. എന്തൊരു കഷ്ടമെന്ന് പറയണേ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ വീട്ടോട്ട് പോയി. ഞാൻ എന്നോട്ടാണ് ഈ പോകുന്നത്, ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട്. എന്തൊരു കഷ്ടമെന്ന് പറയണേ. എന്നാ ചെറുക്കൻ്റെ വയറിന് കേൾക്കുകയും വേണം. ഒരു കാര്യം ചെയ്യും, എൻ്റെ ഒരു അക്കൗണ്ട് 500 രൂപ അടപ്പുണ്ട്. അതെടുത്ത് കൊടുത്ത് സമാധാനിപ്പിക്കാം അവനെ. അല്ലെ അവൻ എന്നെ പള്ളക്കിട്ട് കുത്തും, ഉറപ്പാണ്. എനിക്ക് പിള്ളേരെ പേടിയാണ്. ഓക്കെ, അങ്ങോട്ടിട്ട് ചവിട്ടാം. വിറ്റങ്ങ് പിടിക്കുക അങ്ങോട്ട്. ഇന്നെങ്ങാണ് എത്തുമെന്ന് ദൈവത്തിനറിയാം. ഞാൻ എപ്പോഴങ്ങ് എത്തുമെന്നാവോ. ശങ്കരനണ്ണൻ എന്തെടുക്കുകയെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ വീട്ടിലെത്തി. ഇതെന്ത് ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തേക്കുന്നു? ഗൂഗിൾ മാപ്പ് ഇപ്പം എന്നെക്കൊണ്ട് കാര്യത്തിൽ വിട്ടേനെ. ഓക്കെ, ഞാൻ പോകുന്നേ. ഞാൻ കയറി. ഇതാ വന്നേ. എന്തോ പറയാൻ, ഈ ഗെയിമിനകത്ത് ഗൂഗിൾ മാപ്പ് ഒട്ടും കൊള്ളത്തില്ല. അമ്മേ, എൻ്റെ മോന്ത അവിടെ ഉരങ്ങി.
ആ എടാ സിൻസാനെ കാമോ നിനക്കൊരു സമ്മാനം തരാം, ഒരു ഗിഫ്റ്റ് തരാം. ഇവനെന്താടോ ഒന്നും മിണ്ടാത്തട, നിന്റെ തൊള്ളിൽ നാളെപ്പോയാ. ഇവൻ എവിടെ പോയടാ? ശങ്കരേട്ടോ, ഇവനിത് എവിടെ പോയി? ശങ്കരേട്ട റൂമിലില്ലേ? ശങ്കരേട്ടായി, ശങ്കരേട്ടോ എവിടാണ് ശങ്കരേട്ടാ? ഇങ്ങോട്ട് വരൂ കമോൺ ഒരു ഗിഫ്റ്റ് തരാം. ശങ്കരേട്ടൻ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ശങ്കരേട്ടോ, ഷിൻഷാൻ എവിടെ? ശങ്കരേട്ടോ. എടോ മോനെ, ചെറിയൊരു പ്രശ്നം ഉണ്ടോ? ഞാൻ കണ്ടതാടാ, ഗ്രാനിത്തുള്ള കയറി വന്നിട്ട് അവനെ എന്താണ്ടൊക്കെ ചെയ്തടാ. ഇനി പിന്നെ എന്തോ എന്നെ അടിച്ച് സ്വിമ്മിംഗ് പൂളിനകത്തിട്ട്. ഗ്രാനിത്തുള്ള വന്നെന്ന് എന്നിട്ട് നിങ്ങളെന്താടാ പറയാൻ ഇത്ര നാളായിട്ട്? എന്നെ ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞ. ഓ ഷീറ്റ്, ഇന്ന് അവർ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഓടിച്ചെന്ന് അവനെ രക്ഷിക്കണം. എന്താടാ ഫോണിനകത്ത് ഏതാണ്ട് SMS ഒക്കെ എനിക്ക് വായിക്കാനുള്ള സമയമൊന്നുമില്ല. എനിക്ക് ഇപ്പോഴത്തെ ഷിൻഷാനെ ചെന്ന് രക്ഷിക്കണം. താനെന്തിനാണ് എൻ്റെ പുറകിൽ? ഞാൻ പോയി രക്ഷിച്ചിട്ട് വരട്ടെ. അയ്യോ, ഈ ഷിൻഷാൻ ഇത് എവിടെ പോയി? ഇവൻ കാരണം എന്തൊക്കെയാണോ ദൈവമേ ഒരു ദിവസം നടക്കുന്നത്. ഇനിയിപ്പോൾ അവനെ ചെന്ന് ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാനാ?